ഗാസയും വെസ്റ്റ് ബാങ്കും പലസ്തീന്റെ പ്രദേശങ്ങളായിട്ട് പോലും ഇസ്രായേൽ എന്തുകൊണ്ട് ഗാസ മാത്രം ആക്രമിക്കപ്പെടുന്നു, വെസ്റ്റ് ബാങ്ക് ആക്രമിക്കുന്നില്ല എന്നൊരു ചോദ്യം പൊതുവെ ഉയർന്നു കേൾക്കാറുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ചരിത്രം കുറെ പുറകോട്ട് വായിക്കേണ്ടിയിരിക്കുന്നു. 1956 ഈജിപ്തിൽ ഗമാൽ അബ്ദുൽ നാസർ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് സൂയിസ് കനാല് ദേശസാൽക്കരിക്കപ്പെടുന്നത്. ആ സമയത്ത് ഇസ്രായേലുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിന്റെ പുറത്ത് ഇസ്രായേലിന്റെ കപ്പലുകൾക്ക് യാത്രാനുമതി നിഷേധിക്കുകയും ഏകദേശം 8 വർഷത്തോളം ഇസ്രായേലിന് വ്യാപാരം തടസ്സപ്പെടുകയൊക്കെ ചെയ്തൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ലോക സമുദ്ര വ്യാപാരം നടക്കുന്നതിന്റെ ഏകദേശം 12% നടക്കുന്നത് ഈ സൂയിസ് കനാൽ വഴിയാണ്. അതായത് ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഈജിപ്തിനുമായി ബന്ധപ്പെട്ട് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ കപ്പലുകൾ തടഞ്ഞ സമയത്താണ് സൂയിസ് കനാലിന് ബദലായിട്ട് പുതിയൊരു യാത്രാമാർഗം ഉണ്ടാക്കുക എന്ന് അമേരിക്കയും ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കുകയും ഇസ്രായേലിന്റെ സ്ഥാപകനായ ഡേവിഡ് ബെൻഗ്രോന്റെ പേരിൽ ഒരു ബെൻഗ്രോനിയൻ കനാൽ എന്ന രീതിയിൽ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇസ്രായേലിനെ നെടുക പിളർന്നുകൊണ്ട് മെഡിറ്ററേനിയൻ സീയിൽ നിന്നും അക്കാബ കടലിടുക്കിലേക്ക് ഒരു കനാല് നിർമ്മിക്കുക, സൂയിസ് കനാലിലും ആഴവും വീതിയും കൂടി 2 സൈഡിലേക്കും കപ്പൽ പോകാവുന്ന രീതിയിൽ ഒരു കനാൽ നിർമ്മിക്കുക എന്ന രീതിയിലാണ് അന്ന് പ്ലാൻ ഉണ്ടാക്കിയിരുന്നത്. 1960 തന്നെ അതിനുള്ള പ്ലാനും പദ്ധതിയൊക്കെ ഏകദേശം ആണവ വിസ്ഫോടനം നടത്തിയിട്ട് തന്നെ കനാൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള പഠനങ്ങളൊക്കെ തന്നെ അന്ന് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 300 കിലോമീറ്ററോളം നീളം വരുന്ന ഈ ഒരു കടലിടുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കുന്നതിനുള്ള ഏക തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗാസ സ്ട്രിപ്പാണ്. ഗാസ സ്ട്രിപ്പിലൂടെയാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അക്കാബ കടലിടുക്കിലേക്ക് ബെൻഗ്രോനിയൻ കനാൽ നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ. ഗാസയില് അപ്പോഴുള്ള ജനസാന്ദ്രത കാര്യങ്ങളൊക്കെ വെച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളോട് കുടിയൊഴിപ്പിക്കേണ്ടി വരും. ഗാസ ഇസ്രായേലിന്റെ അധീനതയിൽ പെട്ട സ്ഥലമല്ല എന്നുള്ളതും ഒക്കെ ഇതിന് ഭയങ്കര സംഗതിയാണ്. ഗാസ എന്ന് പറഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോക വ്യാപാരം കൈയാളാൻ പറ്റിയ ഒരു സംഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ബദലാണ് ഗാസ. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഗാസയിലുള്ള മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് ഓടിച്ച് ഗാസ പൂർണ്ണമായും കയ്യിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ബെൻഗ്രോനിയൻ കനാൽ പണിയുകയും സൂയിസ് കനാലിന് മേലുള്ള ഈജിപ്തിന്റെ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് ഏകദേശം 12% സൂയിസ് കനാലിലൂടെ 5% പനാമ കനാലിലൂടെയാണ് നിലവിൽ ലോക വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വ്യാപാരം മൊത്തം ഇസ്രായേലിന്റെ അണ്ടറിലൂടെ വരികയും ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധി മാത്രമാണ് നിലവില് ഇസ്രായേല് കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ നമ്മൾ ഗാസയിൽ ബോംബാക്രമണം നടക്കുമ്പോൾ നമ്മളതൊരു മതപരമായ പ്രശ്നമാണോ അല്ലെങ്കിൽ പ്രാദേശികമായ പ്രശ്നമാണോ എന്നതിനപ്പുറം തന്നെ ലോക വ്യാപാരം കൈയാളാനുള്ള ഇസ്രായേലിന്റെ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഗാസ സ്ട്രിപ്പ് ഒഴിപ്പിക്കാൻ വേണ്ടി ഗാസയിൽ മാത്രമായിട്ട് വർഷങ്ങളായിട്ട് ബോംബിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്.